ഇപ്പോൾ വൃക്ഷങ്ങളെ സംരക്ഷിക്കണം, സർക്കാർ പ്രഖ്യാപിച്ചതുകൊണ്ട് നമ്മൾ ആരെങ്കിലും മുന്നിട്ടിറങ്ങും? ഇല്ല. അതേസമയം ഈ വൃക്ഷം നിൻ്റെ നക്ഷത്ര വൃക്ഷമാണ്, നിൻ്റെ നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ എല്ലാ ആളുകളും അതിനെ സംരക്ഷിക്കാൻ തയ്യാറാവും. പുസ്തകം പഠിപ്പിച്ചാൽ മനസ്സിലാവാത്തത് കൊണ്ടാണ് പ്രകൃതി അത് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വയനാട് അടക്കം നടക്കുന്ന സംഭവം അതാണല്ലോ. രാമായണത്തിലെ എന്ത് ന്യായവ്യവസ്ഥയാണ് ഈ ആധുനിക കാലത്ത് ചെയ്യാൻ പറ്റുന്നത്? സർ ഒന്ന് പറയാമോ? രാമായണം എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ത്രേതായുഗത്തിലാണ്. അതെ, സ്വാഭാവികമായിട്ടൊരു സംശയമാണ് ഈ കാലഘട്ടത്തിൽ. കാരണം നമ്മൾ പുരോഗമിച്ച, നമ്മുടെ മലയാളിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രബുദ്ധന്മാരുടെ നാട്ടിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം വരും എന്നുള്ളത് തീർച്ചയാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ പക്ഷികൾ പറക്കുന്നത് കണ്ടിട്ടുണ്ട്. എത്ര കൂടുതൽ പക്ഷികൾ പറന്നാലും അവ തമ്മിൽ സംഘർഷം ഉണ്ടാവാറില്ല. മത്സ്യങ്ങൾ ഇതുപോലെ തന്നെയാണ്. പക്ഷെ മനുഷ്യനാണ് ആ തരത്തിൽ മൂവ് ചെയ്യുന്നതെങ്കിൽ സംഘർഷം ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മനുഷ്യന് മുന്നോട്ട് പോകണമെങ്കിൽ കൃത്യമായ ലിഖിതമായ ചില നിയമങ്ങൾ വേണം. ആ നിയമം കാലങ്ങളായി അതെന്ന് തുടങ്ങിയെന്നൊന്നും നമുക്കറിയില്ല. എന്താണെങ്കിലും ധർമ്മശാസ്ത്രങ്ങളുടെ കാലഘട്ടം മുതലുണ്ട്. ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, ഒരു ഗൃഹസ്ഥൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്. ഇതേ ആളൊരു സൊസൈറ്റിയിലേക്ക് ചെല്ലുമ്പോൾ സൊസൈറ്റിയിൽ ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. ആ നിലയിലാണ് ഇവിടെ ധർമ്മശാസ്ത്രങ്ങൾ വന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അങ്ങയുടെ ചോദ്യത്തിന് ഉത്തരവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, രാമായണത്തിൽ ഇത് എന്തുണ്ടെന്നുള്ളതാണല്ലോ. നമുക്ക് രാമായണത്തിലെ അത് എഴുതിയ കഥാപാത്രത്തെ, കഥാകാരനെ ഒന്ന് പരിചയപ്പെടാം. അതായത് ഇദ്ദേഹം വാസ്തവത്തിൽ ഒരു കാട്ടാളനായിരുന്നു, മലവേടൻ. അതെ, ഈ മലവേടൻ മാമുനിയായി മാറുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതോടുകൂടിയാണ്. അങ്ങനെ മാറുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഉണ്ടായ അറിവെന്ന് പറഞ്ഞാൽ, തന്നെപ്പോലെ തന്നെ ജീവനുള്ളതാണ് ഓരോ സഹജീവികളും എന്ന വലിയൊരു ബോധമാണ്. അതുകൊണ്ടാണ് ആ കിളിയെ കൊന്നപ്പോൾ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാത്തത്. നമുക്കറിയാം ഇന്ന് ഈ പ്രിവെൻഷൻ ഓഫ് വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന ആക്റ്റൊക്കെ വരുന്നത് 1972 ആ കാലഘട്ടത്തിലാണ്. ഇത് കാലങ്ങൾക്ക് മുമ്പുള്ളതാണ്. അപ്പോൾ നമ്മുടെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ സാഹചര്യം, ഈ പ്രപഞ്ചത്തിൽ എല്ലാവർക്കും ജീവിക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. ഈ അവകാശത്തിൻ്റെ പ്രഖ്യാപനം നാം മാത്രം നടത്തിയിട്ട് കാര്യമില്ല, അത് ഓരോരുത്തരുടെയും സംസ്കാരമായി മാറണം. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള ന്യായസംഹിത ഇംപ്ലിമെൻ്റ് ആക്കപ്പെടുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ, രാമായണം മുന്നോട്ട് വെക്കുന്നത് പ്രഖ്യാപനങ്ങൾ മാത്രമല്ല, അതൊരു സംസ്കാരമാണ്. ആ സംസ്കാരം ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ വൃക്ഷങ്ങളെ സംരക്ഷിക്കണം, സർക്കാർ പ്രഖ്യാപിച്ചതുകൊണ്ട് നമ്മൾ ആരെങ്കിലും മുന്നിട്ടിറങ്ങുമോ? ഇല്ല. അതേസമയം ഈ വൃക്ഷം നിൻ്റെ നക്ഷത്ര വൃക്ഷമാണ്, നിൻ്റെ നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ എല്ലാ ആളുകളും അതിനെ സംരക്ഷിക്കാൻ തയ്യാറാവും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ രാമായണത്തിലെ കഥാപാത്രമാണ് വാനരനായിട്ടുള്ള ഹനുമാൻ. പക്ഷേ ഹനുമാൻ സ്വാമിയെ നമ്മൾ വാനരൻ, കുരങ്ങെന്ന് വിളിക്കാറില്ല. കാരണം നമ്മളുടെ ലെവല് മാറുകയാണ്, നമ്മൾ തന്നെ ഒരു ഉയർന്ന തലത്തിലേക്ക് മാറുകയാണ് ഹനുമാൻ സ്വാമി എന്ന് പറയുമ്പോൾ. അപ്പോൾ സഹജീവിയെ ഈ നിലയിലേക്ക് കാണണമെങ്കിൽ അതൊരു ഉയർന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിലുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, അല്ലേ? ഇന്ന് നമുക്ക് അതില്ല എന്നുള്ളത് പരമാർത്ഥമാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നാം സാമ്പത്തികമായിട്ടും മറ്റു തരത്തിലുമെല്ലാം മുന്നേറുന്ന സമയത്ത് നമുക്ക് നഷ്ടപ്പെടുന്ന ചിലതുണ്ട്. അതിൽ ഒന്നാമത്തത് മാനവികത എന്നുള്ളൊരു സാധനമാണ്. ശരിയാണ്. 2 ധാർമ്മികതയാണ്. 3 ആത്മീയതയാണ്. അപ്പോൾ ഈ 3 പില്ലറിലാണ് യഥാർത്ഥത്തിൽ മനുഷ്യജീവിതവും പ്രപഞ്ച ജീവിതവും നിലനിൽക്കുന്നത്. ഇതിനേതെങ്കിലും ഒന്നിന് തകർച്ച സംഭവിച്ചാൽ അത് അരാജകത്വത്തിലേക്ക് പോകുന്നുള്ള കാര്യം, ഉദാഹരണം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ദിവസത്തിലെ പത്രം നോക്കിയാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ അയൽ രാജ്യങ്ങളിലെ സംഭവ വികാസങ്ങൾ നോക്കിയാൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് ഭാരതത്തിൽ ഇന്നും ചിലതെല്ലാം നഷ്ടപ്പെടാതിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, കാലങ്ങളായി നമ്മൾ വെച്ചു പുലർത്തിയ ഈ നന്മകളാണ്. ഈ നന്മകളാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ഏറ്റവും ഉരുക്കൂട്ടി ഉപയോഗിക്കുന്നൊരു വാക്യമാണ് ധർമ്മം. അതിനെ ഒന്നുകൂടി ആളുകൾക്ക് മനസ്സിലാക്കി, ഇന്നത്തെ കാലത്ത് കുറച്ചുകൂടി മനസ്സിലാകുന്നുണ്ട്, സനാതന ധർമ്മം. അതെ, എറ്റേണൽ ആയിട്ടുള്ള ട്രൂത്താണ്. അതെ,
ആ എറ്റേണൽ ട്രൂത്ത് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ സകല സംവിധാനങ്ങളുമായി നമുക്കുള്ള ബന്ധമാണ്. അതെ. നമ്മൾ ഇപ്പോൾ ഈ ധർമ്മോ രക്ഷതി രക്ഷിത എന്ന് പറയുന്നൊരു ഇത് കേട്ടിട്ടില്ലേ? ധർമ്മത്തെ ഞാൻ രക്ഷിക്കുമ്പോൾ ആ രക്ഷിക്കപ്പെട്ട ധർമ്മം എന്നെ രക്ഷിക്കും എന്നുള്ളതാണ്. ശരി. അപ്പോൾ ഇങ്ങനെ പരസ്പരം ഒരു പാരസ്പരികതയിൽ അധിഷ്ഠിതമാണ് ഈ സനാതനധർമ്മം നിലനിൽക്കുന്നത്. അപ്പോൾ പ്രപഞ്ച സംവിധാനമാണെങ്കിലും സാമൂഹിക വ്യവസ്ഥിതിയാണെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണെങ്കിലും ഒരു കുടുംബമാണെങ്കിലും ഭദ്രമായി മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് വേണം. അത് ഉണ്ടെങ്കിൽ മാത്രമേ നാം ഉദ്ദേശിക്കുന്നതായ പുരോഗമനം, ഇന്ന് പുരോഗമനം എന്ന് പറഞ്ഞാൽ വൃക്ഷത്തെ മുറിക്കുക അല്ലേ? നമ്മൾ ഈ പ്രകൃതിയെ നശിപ്പിക്കുന്നത് പുരോഗമനമാണ് എന്ന് തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് പ്രകൃതി സ്നേഹത്തെക്കുറിച്ചോ മാനവികതയെക്കുറിച്ചോ ധാർമ്മികതയെക്കുറിച്ചോ പറഞ്ഞു കഴിഞ്ഞാൽ അത് പുരോഗമനം അല്ലാത്തതാണെന്നും മറ്റത് പുരോഗമനമാണ് എന്നുള്ളൊരു റോങ് നരേഷൻ വന്നതുകൊണ്ടാണ് ആളുകൾക്ക് ഈ പ്രശ്നമുള്ളത്. കാരണം നമ്മളെല്ലാം പഠിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അതല്ല എന്ന് പുസ്തകം പഠിപ്പിച്ചാൽ മനസ്സിലാവാത്തത് കൊണ്ടാണ് പ്രകൃതി അത് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. ഇപ്പോൾ വയനാട് അടക്കം നടക്കുന്ന സംഭവം അതാണല്ലോ. ഈ ആദിവാസികൾ എല്ലാ കാലത്തും കാട്ടിലും അതുപോലെ ഇതുപോലെ തന്നെ സഹജമായ അന്തരീക്ഷത്തിൽ ജീവിക്കുന്നവരാണ്. അവർ മഴയും വെയിലും ഉരുൾപൊട്ടലും ഒന്നും പോകാറില്ല. കാരണം അവർക്കറിയാം അതിൻ്റെ സെൻസ് എന്താണെന്ന് അറിയാൻ സാധിക്കുക. അപ്പോൾ ഈ പ്രകൃതിയുടെ താളമുണ്ട്. ആ പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു സംസ്കാരം മുറിഞ്ഞപ്പോഴാണ് സമൂഹത്തിൽ പ്രശ്നങ്ങൾ വരുന്നത്. ആദിവാസി സമൂഹങ്ങളുടെ ഇടയിലെ ആ ഒരു കൾച്ചർ മാറ്റിയെടുത്തപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു അതിന് വിരുദ്ധമായൊരു സംസ്കാരവുമായിട്ട് അവിടെ ചെന്നപ്പോൾ അവർ പോയി, മറ്റുള്ളവർ ചെന്ന് താമസിച്ചു. മനസ്സിലല്ലേ? അപ്പോൾ പ്രകൃതിയുടെ താളത്തിനെ മുറിച്ചു എന്നതാണ് നാം അനുഭവിക്കുന്ന പലതിൻ്റെയും പ്രശ്നം. അപ്പോൾ ഇത് ആധുനിക കാലത്തിലെന്ന് മാത്രമല്ല ഉത്തരാധുനിക കാലഘട്ടത്തിലും ഇതുമായിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഈ ഒരു സന്ദേശമാണ് രാമായണത്തിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നതും. ഓർക്ക് അത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ഇത് ഹിന്ദുക്കൾക്ക് മാത്രമോ അല്ലെങ്കിൽ ഭാരതത്തിൽ അങ്ങനെയല്ല, ഇത് യൂണിവേഴ്സൽ ട്രൂത്താണ്. അപ്പോൾ അതുകൊണ്ട് സമസ്ത മാനവജാതിയുടെയും സമസ്ത പ്രപഞ്ചത്തിൻ്റെയും ലോക കല്യാണം എന്നുള്ളൊരു പ്രയോഗം സംസ്കൃതത്തിലുണ്ട്. ലോക കല്യാണം, വെൽഫെയർ ഓഫ് ദ യൂണിവേഴ്സ് എന്നാണ് അതിന് പറയുന്നത്. വെൽഫെയർ ഓഫ് ദ യൂണിവേഴ്സ്. നമ്മുടെ പ്രാർത്ഥനകൾ അതാണല്ലോ. ഇപ്പോൾ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് നമ്മുടെ പ്രാർത്ഥന. എനിക്കും എൻ്റെ കുഞ്ഞമ്മക്കും അല്ലെങ്കിൽ എൻ്റെ വല്യമ്മയ്ക്കും മാത്രം സുഖം കിട്ടിയാൽ മതി എന്ന് നമ്മളാരും പറയാറില്ല. ലോകം മുഴുവനും സുഖികളാവട്ടെ എന്നതാണ് നമ്മുടെ, അത് തന്നെയാണ് രാമായണത്തിൻ്റെ സന്ദേശം. ആ സന്ദേശത്തിൽ അധിഷ്ഠിതമാണ് നമ്മുടെ ന്യായസംഹിത നിലനിൽക്കുന്നത്, നിലനിൽക്കേണ്ടത്. അതിനെന്തെങ്കിലും ഇളക്കം സംഭവിച്ചാൽ ഉറപ്പിച്ച് നിർത്തേണ്ടത് ഇതിലാണ്. അതാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. സർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതായത് ഈ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് മാത്രമേ പറയുള്ളൂ. അങ്ങനെ പറയുന്ന നമ്മൾക്ക് പേടിയില്ലാതെ ഈ ഒരു ഇംപ്ലിമെൻറ്റേഷനിൽ കൂടി രാമായണം ഉറക്കത്തിൽ കോൺഫിഡൻസോടുകൂടി വായിക്കാൻ പറ്റട്ടെ. നന്ദി, നമസ്കാരം. 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 ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.